നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. തുലാൻ രാശി ചിത്തിരേര, ചോതി, വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. 2026 ജൂൺ മാസത്തിൽ തുലാൻ രാശിയുടെ രാശിയാധിപനും അഷ്ടമാധിപനുമായ ശുക്രൻ തുലാൻ രാശിയുടെ 9, 10 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവാധിപനായ വ്യാഴം ഉച്ചനായി 10ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു. ഈ സമയത്ത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ലെങ്കിലും അസിഡിറ്റി, വയറുവേദന, ദഹനക്കുറവ് എന്നിവയുണ്ടാകാൻ സാധ്യത കാണുന്നു. 5ാം ഭാവാധിപനായ ശനി 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കൂടുതലായിരിക്കും. എക്സാമിനുകൾക്ക് തയ്യാറാകുന്നവർ ശ്രദ്ധയോടെ പഠനം തുടരുക. കോൺസെൻട്രേഷൻ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. ജൂൺ 2 ശേഷമുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി 5ാം ഭാവാധിപനെ ശക്തനാക്കുന്നു. മാസത്തിൻ്റെ 2ാം പകുതിയിൽ അധ്യാപകരുടെ ശ്രദ്ധ കൂടുകയും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. വിദേശ പഠനത്തിന് അവസരവും ലഭിക്കും. ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും സ്ഥിതി അനുസരിച്ച് ജൂൺ മാസത്തിൽ തുലാൻ രാശിക്കാരുടെ കർമ്മരംഗം വളരെ പുരോഗമനപരമായിരിക്കും. തൊഴിൽ സ്ഥലത്ത് കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും. സ്വന്തം കഴിവ് തെളിയിക്കാൻ കഴിയും. കരിയറിൽ അംഗീകാരങ്ങൾ ലഭിക്കും. നിയമം, മീഡിയ, പബ്ലിക് ഡീലിംഗ് എന്നീ മേഖലകളിൽ നേട്ടങ്ങൾ കൂടുതലായിരിക്കും. 7ാം ഭാവാധിപനായ ചൊവ്വ ജൂൺ 20 വരെ 7ാം ഭാവത്തിലും ശേഷം അഷ്ടമത്തിലേക്കും സഞ്ചരിക്കുന്നു. ഈ സമയത്ത് അകന്നുപോയ പങ്കാളികൾ അടുക്കാൻ ശ്രമിക്കുന്നു. ബിസിനസ്സിൽ പുരോഗതി വർദ്ധിക്കുന്നു. ഓൺലൈൻ ബിസിനസ്, മാർക്കറ്റിംഗ്, സർവീസ് മേഖല എന്നിവയ്ക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ പദ്ധതികളിൽ ഒപ്പുവയ്ക്കുന്നത് ശ്രദ്ധിക്കണം. പങ്കാളികളെയും ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നവർ സൂക്ഷിക്കുക. അമിതമായ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ദമ്പതികൾക്ക് സമയം അനുകൂലമാണ്. കാര്യങ്ങൾക്ക് പങ്കാളിയുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ആലോചനകൾ വരും.